Hi all, welcome to Study Win PSC 10th മെയിൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത്. ഇനി വരുന്ന ലാബ് അസിസ്റ്റൻറ്റ് ASM എക്സാം ഉള്ളവർ ഇതൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഫസൽ അലി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഇരുമ്പുരുക്ക് വ്യവസായം. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് രേഖകളിൽ കെട്ടിയോട്ട് രാജ എന്നു വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, പഴശ്ശിരാജ. ക്വസ്റ്റ്യൻ നമ്പർ 4, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, അലഹബാദ് ഹാൽദിയ. അടുത്ത ചോദ്യം, സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, CR ദാസ്, മോത്തിലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അടുത്ത ചോദ്യം, അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ടെസി തോമസ്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, മരുപ്രദേശം. കേരളത്തിൻ്റെ ഭാഗമായ ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം. ഓക്കെ, അടുത്ത ചോദ്യം, ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ബാന്തൂങ് സമ്മേളനം. അടുത്ത ചോദ്യം, സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ബിഹാരി. അടുത്ത ചോദ്യം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഫ്രഞ്ച് വിപ്ലവം. അടുത്ത ചോദ്യം, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ചിനൂക്ക്. അടുത്ത ചോദ്യം, കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 1, 3 എന്നിവ. ശരിയായ ജോഡികൾ ഖാരിഫ് നെല്ല്, സൈദ് പഴവർഗ്ഗങ്ങൾ. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 3, 4 എന്നിവ. ശരിയായ ജോഡികൾ ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബൊക്കാറോ ജാർഖണ്ഡ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക. മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 1, 2, 3 എന്നിവ. ശരിയായ പ്രസ്താവനകൾ, ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽ പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായുള്ള മാറ്റത്തിൽ പെടുന്നവയേവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 1, 2, 3 എന്നിവ. ശരിയായ പ്രസ്താവനകൾ, വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. അടുത്ത ചോദ്യം, 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടു കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ
രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, പഞ്ചാബ് നാഷണൽ ബാങ്ക്. അടുത്ത ചോദ്യം, UNDPയുടെ 2020 റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, 131. UNDPയുടെ 2025 റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 130. അത് ഓർത്ത് വെച്ചോണേ. ഇത് ഈ കഴിഞ്ഞ ദിവസം ചാനലിൽ അപ്ലോഡ് ചെയ്ത കറണ്ട് അഫെയർസിലെ വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ പോയി കണ്ട് നന്നായിട്ട് തന്നെ ഇതൊക്കെ പഠിക്കുക. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 1 മാത്രം. ഞാനിപ്പം ഈ ആശയങ്ങളിൽ പെടാത്തത് വായിക്കുന്നില്ല, പെടുന്നവ വായിക്കാം. അതായത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടുന്നവയാണ് ജാതി, മതം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ. അടുത്ത ചോദ്യം, കേരള കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിന്റെ പൂർണ്ണരൂപം? അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, 1, 2, 3. ശരിയായ പ്രസ്താവനകൾ: 1993 ഡിസംബർ 3 നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതല. അടുത്ത ചോദ്യം, കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 4 മാത്രം. തെറ്റായ പ്രസ്താവന വായിക്കുന്നില്ല, ശരിയായ പ്രസ്താവനകളാണ് വായിക്കുന്നത്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു. സുരക്ഷായാനം എന്നതാണ് ആപ്തവാക്യം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അടുത്ത ചോദ്യം, കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചുകൊടുക്കുന്ന പദ്ധതി. അടുത്ത ചോദ്യം, കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 2008 ആഗസ്റ്റ് 11. അടുത്ത ചോദ്യം, കേരളത്തിലെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ശ്രീ വി ശിവൻകുട്ടി. അടുത്ത ചോദ്യം, 15ാം കേരള നിയമസഭയിലെ വനിതാ MLA മാർ എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 11. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 1, 2, 3. ശരിയായ പ്രസ്താവനകൾ: 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. 1977 ജാനുവരി 3 മുതൽ പ്രാബല്യം. ഭരണഘടനയുടെ 4A ഭാഗത്ത് പ്രതിപാദിക്കുന്നു. നിലവിൽ 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. അതോർത്ത് വെച്ചോണേ. ഓക്കെ. അടുത്ത ചോദ്യം,
ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 58. അടുത്ത ചോദ്യം, ദാദ്ര നാഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പ്രഫുൽ പട്ടേൽ. അടുത്ത ചോദ്യം, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 3 മാത്രം. തെറ്റായ പ്രസ്താവന വായിക്കുന്നില്ല, ശരിയായ പ്രസ്താവനകളാണ് വായിക്കുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ 3 പേർ അടങ്ങുന്ന സമിതിയാണ്. രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര മന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോകസഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 91 ഭരണഘടനാ ഭേദഗതി. അടുത്ത ചോദ്യം, സ്റ്റേറ്റ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ലിസ്റ്റ് 66 വിഷയങ്ങൾ, യൂണിയൻ ലിസ്റ്റ് 97 വിഷയങ്ങൾ, കൺകറന്റ് ലിസ്റ്റ് 47 വിഷയങ്ങൾ. അടുത്ത ചോദ്യം, ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 1ഉം 4ഉം തെറ്റ്. തെറ്റായ പ്രസ്താവനകൾ വായിക്കുന്നില്ല, ശരിയായതാണ് വായിക്കുന്നത്. ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ്: ബാക്ടീരിയയെ നശിപ്പിക്കുന്നു, ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. അടുത്ത ചോദ്യം, സർക്കാരിൻ്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശ്യങ്ങൾ ഏവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1ഉം 4ഉം. കോർണിയ വരൾച്ച തടയുന്നതിന്, നിശാന്തത തടയുന്നതിന്. അടുത്ത ചോദ്യം, പ്രമുഖ പ്രകൃതിശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവനകളിൽ ശരിയായവ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. 18,000-ലധികം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് ഹിസ്റ്റോറിയ പ്ലാന്റം എന്ന പുസ്തകം പുറത്തിറക്കി. അടുത്ത ചോദ്യം, ചിക്കൻ ബോക്സ് പകർത്തുന്ന സൂക്ഷ്മാണു ജീവി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വാരിസെല്ല വൈറസ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന അസുഖങ്ങളിൽ സൂണോറ്റിക് വിഭാഗത്തിൽ പെടുന്ന അസുഖം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി എലിപ്പനി. അടുത്ത ചോദ്യം, ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 120/80 mmHg. അടുത്ത ചോദ്യം, ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 2013. അടുത്ത ചോദ്യം, ക്രഷിംഗ് ദ കർവ് താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി കൊറോണ വൈറസ്. അടുത്ത ചോദ്യം, വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നു. ഇത് താഴെ തന്നിരിക്കുന്ന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ബോയിൽ നിയമം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തതേത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1 മാത്രം. ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് വായിക്കുന്നില്ല, സവിശേഷതകൾ വായിക്കാം. ഓക്കെ, അപ്പോൾ താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷതകളാണ്: രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു, ലോഹങ്ങളുടെ അയോണീകരണ ഊർജം കുറവാണ്. അടുത്ത ചോദ്യം, യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. അടുത്ത ചോദ്യം, ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ജാൻ ടെല്ലർ മെറ്റൽ. അടുത്ത ചോദ്യം, ലോകത്തിലെ 3ാമത്തെ
വലിയ വജ്ര ഖനനം ചെയ്തെടുക്കുന്നത് എവിടെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ബോട്സ്വാന. അടുത്ത ചോദ്യം, ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം 12 സെന്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 24 സെന്റിമീറ്റർ. അടുത്ത ചോദ്യം, ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവ പ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിണ്ഡവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, പിണ്ഡം മാറുന്നില്ല, ഭാരം കുറയുന്നു. അടുത്ത ചോദ്യം, പ്രസ്താവന എസ്. ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്ക് ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നു. കാരണം 6. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, എസും 6ഉം ശരിയാണ്. എസിനുള്ള ശരിയായ വിശദീകരണമാണ് 6. അടുത്ത ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഗഗൻയാൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, GSLV F-10. അടുത്ത ചോദ്യം, ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, PK കാളൻ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ഏത് സിനിമയാണ് G. അരവിന്ദൻ സംവിധാനം ചെയ്യാത്തത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, എലിപ്പത്തായം. G. അരവിന്ദൻ സംവിധാനം ചെയ്ത സിനിമകളാണ് ഉത്തരായനം, കാഞ്ചന സീത, തമ്പ്. അടുത്ത ചോദ്യം, 1990 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ലിയാണ്ടർ പേസ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥകളിൽ ഉൾപ്പെടാത്തത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഏകാന്തപതികൾ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥകളിൽ ഉൾപ്പെടുന്നവയാണ് വിഡ്ഢികളുടെ സ്വർഗം, ഭൂമിയുടെ അവകാശികൾ, ഓർമ്മക്കുറിപ്പ്. അടുത്ത ചോദ്യം, 1998 ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട സിനിമാ നടൻ ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, അജയ് ദേവഗൺ. അടുത്ത ചോദ്യം, 2018 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 3. അടുത്ത ചോദ്യം, 2020 ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണം നേടിയ ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരൻ ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, മാൽക്കം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്ക്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഗേറ്റ്വേ. അടുത്ത ചോദ്യം, ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഫിഷിംഗ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രൊസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ക്യാഷ് മെമ്മറി. അടുത്ത ചോദ്യം, കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിന് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് റെസല്യൂഷൻ ഡെവലപ്മെൻറ്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ടെക്ജൻഷ്യ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി CDAC വികസിപ്പിച്ചെടുത്ത GNU ലിനക്സ് സോഫ്റ്റ്വെയർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ബോസ്. ചോദ്യം, 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളതൊഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. അടുത്ത ചോദ്യം, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ആർക്കാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും. അടുത്ത ചോദ്യം, ഏത് നിയമത്തിലാണ് സാമൂഹിക
ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. അടുത്ത ചോദ്യം, 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിന്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തെറ്റായ ഉത്തരം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, നിയമപരമായി വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാരങ്ങൾ അവകാശപ്പെടാനാവുകയുള്ളൂ. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിന്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. മജിസ്ട്രേറ്റിനു നടപടികൾ രഹസ്യമായി നടത്താവുന്നതാണ്. ഉത്തരവിന്റെ പകർപ്പുകൾ കോടതി സൗജന്യമായി നൽകണം. മജിസ്ട്രേറ്റിന് നഷ്ടപരിഹാര ഉത്തരവുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 18 വയസ്സിൽ താഴെ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, യശവർദ്ധൻ കുമാർ സിൻഹ. ഇത് 2021 അനുസരിച്ചാണ് യശവർദ്ധൻ കുമാർ സിൻഹ. ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയയാണ്. ഓർത്തു വെച്ചോണം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. ഓക്കെ, അടുത്ത ചോദ്യം, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 102 ഭേദഗതി നിയമം 2018. ഇനി 71 മുതൽ 80 വരെയുള്ള ചോദ്യങ്ങൾ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ആൻസറിൻ്റെ ഓപ്ഷനും മാത്രമാണ് വായിക്കുന്നത്. പ്രീവിയസ് ഇയറിലെ 10th മെയിൻസ് മാത്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത വീഡിയോസ് ചാനലിലുണ്ട്. എല്ലാവരും അത് പോയി കാണണം കേട്ടോ. പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, fill in the blank with the appropriate words. I bought a pen dash pen writes well. Correct answer option C, the. അടുത്ത ചോദ്യം, the principal along with his staff dash going for a picnic. Correct answer option B is. അടുത്ത ചോദ്യം, I usually drink tea but today I dash coffee. Correct answer option A, am drinking. അടുത്ത ചോദ്യം, this house is dash than my house. Correct answer option B, bigger. അടുത്ത ചോദ്യം, Dr. Kalam was born dash 1931. Correct answer option C, in. അടുത്ത ചോദ്യം, one of his dash is studying in Mumbai. Correct answer option B, sons. അടുത്ത ചോദ്യം, he ran dash. Correct answer option A, fast. അടുത്ത ചോദ്യം, the meaning of harmony is dash. Correct answer option D, agreement. അടുത്ത ചോദ്യം, the synonym of cease is dash. Correct answer option B, catch. അടുത്ത ചോദ്യം, the antonym of cease is dash. Correct answer option C, begin. അടുത്ത ചോദ്യം, നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, നൈതികം. അടുത്ത ചോദ്യം, ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, അവസാനിപ്പിക്കുക. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, എനിക്ക് 10 തേങ്ങ വേണം. അടുത്ത ചോദ്യം, ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഉത്ത് പ്ലസ് നമ്രം.
അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ആമയുടെ പര്യായമായി വരുന്ന പദം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, കച്ചപം. അടുത്ത ചോദ്യം, ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്നതിൻ്റെ യഥാർത്ഥ പരിഭാഷ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, നിങ്ങൾക്കൊരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തി ജ്വലിക്കുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, സ്വാമികൾ. അടുത്ത ചോദ്യം, അവരജൻ എന്ന പദത്തിന്റെ വിപരീതം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, അഗ്രജൻ. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഉദ്ഗ്രഥിതം. അതിന്റെ സ്പെല്ലിംഗ് നോക്കി വെച്ചോണേ. അടുത്ത ചോദ്യം, ഭഗിനി എന്ന പദത്തിന്റെ പുല്ലിംഗ രൂപമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഭ്രാതാവ്. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടം മുതൽ എവിടം വരെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ലക്നൗ മുതൽ ന്യൂഡൽഹി വരെ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവരിൽ 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കാത്തത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ജെയിംസ് പീബിൾസ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിപൂർണ നിരോധനം നിലവിൽ വന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 2020 ജാനുവരി 1. അടുത്ത ചോദ്യം, ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഛത്തീസ്ഗഡ്. അടുത്ത ചോദ്യം, നിലവിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 8. അടുത്ത ചോദ്യം, 2020 ലോറൻസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്ത ചോദ്യം, ആന്ധ്രാപ്രദേശിന്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, അമരാവതി. അടുത്ത ചോദ്യം, COVID-19 എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഹ്യൂബേ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, സന്ന മരിൻ. അടുത്ത ചോദ്യം, ആരുടെ സ്മരണയ്ക്കായാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം ആരംഭിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ആനന്ദ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. അതാണ് റീസെൻ്റ്ലി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ. അടുത്ത ചോദ്യം, 2022 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പേര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഗഗൻയാൻ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവരിൽ മിസോറാം ഗവർണർ ആയിട്ടില്ലാത്ത മലയാളി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ജി കാർത്തികേയൻ. അടുത്ത ചോദ്യം, ഡൽഹിയിൽ 3ാം തവണ അധികാരത്തിലെത്തിയപ്പോൾ ആം ആദ്മി പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 62. അടുത്ത ചോദ്യം, 2019 മെയ് 30 അധികാരമേറ്റ നിലവിലെ കേന്ദ്ര മന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ. 2025 അനുസരിച്ചും നിലവിലെ കേന്ദ്ര മന്ത്രിസഭയിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ തന്നെയാണ്. അതോർത്ത് വെച്ചോണേ. ഓക്കെ. അടുത്ത ചോദ്യം, 2019 നവംബർ 3 16ാമത് ഇന്ത്യ ആസിയാൻ ഉച്ചകോടി ഏത് നഗരത്തിലാണ് നടന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ബാങ്കോക്ക്. ചോദ്യം, നിലവിലെ ലോകസഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഇല്ല. ഇത് 2020 അനുസരിച്ചാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പം നിലവിൽ 2025 അനുസരിച്ച് ലോകസഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അതോർത്ത് വെച്ചോണേ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത്?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ദേശീയ ജലപാത 3. അടുത്ത ചോദ്യം കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 2019 നവംബർ 29. അടുത്ത ചോദ്യം 2020 വർഷം UN ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര സസ്യ സംരക്ഷണ വർഷം. അടുത്ത ചോദ്യം ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ശ്രീലങ്ക. അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകാത്ത നദി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി യമുന. അടുത്ത ചോദ്യം ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്ന്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 1950 ജനുവരി 26. അടുത്ത ചോദ്യം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മിശ്ര സമ്പദ് വ്യവസ്ഥ. അടുത്ത ചോദ്യം ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി കവരത്തി. അടുത്ത ചോദ്യം ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ചോദ്യം കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത ഭൂരൂപം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഡെൽറ്റ. അടുത്ത ചോദ്യം നിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം. അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മേൽമുണ്ട് കലാപം. അടുത്ത ചോദ്യം വിവരാവകാശ നിയമം സംബന്ധിച്ച് തെറ്റായ കാര്യം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പോൾ ഈ തന്നിരിക്കുന്നതെല്ലാം വിവരാവകാശ നിയമം സംബന്ധിച്ച് ശരിയായ കാര്യങ്ങളാണ്. വിവരാവകാശ നിയമം സംബന്ധിച്ചുള്ള ശരിയായ കാര്യങ്ങളാണ്. 2005 നിലവിൽ വന്നു. 10 രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ്, 30 ദിവസത്തിനുള്ളിൽ മറുപടി. അടുത്ത ചോദ്യം അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ജോർജ് വാഷിംഗ്ടൺ. അടുത്ത ചോദ്യം ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 1789. അടുത്ത ചോദ്യം ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിന്റെ പേര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഗെസ്റ്റപ്പോ. അടുത്ത ചോദ്യം ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വിഷുവം. അടുത്ത ചോദ്യം അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഏകകം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മില്ലിബാർ. അടുത്ത ചോദ്യം ഇന്ത്യയിൽ അനുഭവപ്പെടാത്ത പ്രാദേശിക വാദം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഫോൺ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദങ്ങളാണ് കാൽബൈശാഖി, മാംഗോ ഷവർ, ലൂ. അടുത്ത ചോദ്യം 6 വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ICDS. അടുത്ത ചോദ്യം GST നിലവിൽ വന്നത് എന്ന്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 2017 ജൂലൈ 1. അടുത്ത ചോദ്യം ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമായ നഗരം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മോഹൻജോദാരോ. അടുത്ത ചോദ്യം ഭൂമിയുടെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഭൂവൽക്കം. അടുത്ത ചോദ്യം നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുത ചാലകവുമല്ലാത്ത വസ്തു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മൈക്ക. അടുത്ത ചോദ്യം കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുന്ന മിശ്രിതം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പ്രൊഡ്യൂസർ ഗ്യാസ്. അടുത്ത ചോദ്യം മഴവെള്ളത്തിന്റെ pH മൂല്യം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 5.6. അടുത്ത ചോദ്യം ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ വസ്തു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി കാൽസ്യം ബൈകാർബണേറ്റ്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏറ്റവും നല്ല താപചാലകം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സിൽവർ. അടുത്ത ചോദ്യം AC-യെ DC ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി റെക്ടിഫയർ. അടുത്ത ചോദ്യം
മെർക്കുറിയുമായി ചേർന്ന് അമാൽഗം ആവാത്ത ലോഹം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഇരുമ്പ്. അടുത്ത ചോദ്യം, സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി V2O5, അതായത് വനേഡിയം പെൻഡോക്സൈഡ്. അടുത്ത ചോദ്യം, മർദ്ദത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി വെബർ. അടുത്ത ചോദ്യം, ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 പ്രത്യേകത എന്ത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ലോക ക്ഷയരോഗ ദിനം. അടുത്ത ചോദ്യം, ഇരവികുളം പാർക്കിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1978. അടുത്ത ചോദ്യം, രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സർപ്പഗന്ധി. അടുത്ത ചോദ്യം, നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പൂനെ. അടുത്ത ചോദ്യം, മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 2. അടുത്ത ചോദ്യം, ന്യൂക്ലിയസിന്റെ വിഭജനത്തിൽ പുത്രികാ ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അനാഫേസ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ പടവലത്തിന്റെ സങ്കര ഇനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കൗമുദി. അടുത്ത ചോദ്യം, DTP അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇൻഫ്ലുവൻസ. DTP അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റുന്ന രോഗങ്ങളാണ് വില്ലൻ ചുമ, ടെറ്റനസ്, ഡിഫ്തീരിയ. അത് ഓർത്ത് വെച്ചോണേ. അടുത്ത ചോദ്യം, കീമോതെറാപ്പിയുടെ പിതാവ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പോൾ എർലിക്. അടുത്ത ചോദ്യം, ജീവകം ഇയുടെ രാസനാമം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ടോക്കോഫെറോൾ. മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയറിലെ മാത്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത വീഡിയോസ് ചാനലിലുണ്ട്. എല്ലാവരും അത് പോയി കണ്ട് പഠിക്കണം. ഇപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ആൻസറിൻ്റെ ഓപ്ഷനും മാത്രമാണ് വായിക്കുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 61 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 62 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 63 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 64 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 65 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 66 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 67 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 68 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 69 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 70 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 71 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 72 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 73 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 73 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 75 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 76 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 77 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 78 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 79 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 80 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ഓക്കെ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്